സഞ്ചാരികളെ നവബലമണിയുക ദിനവോ ഉണരുക സിയോൻ സഞ്ചാരികളെ നവബലമണിയുക ദിനവോ അലറിടും കേസരി പോലെ സാത്താൻ അവനിലലയും കാലം അലറിടും കേസരി പോലെ സാത്താൻ അവനിലലയും കാലം കാവൽക്കാരാ കാവൽക്കാരാ കാഹളം മുളക്കിടുക നീ നിന്റെ കണ്ണിനോ വിശ്രാമമരുതേ കൽപ്പോലകൾ മയങ്ങിടരുതേ നിന്റെ കണ്ണിനോ വിശ്രാമമരുതേ കൽപ്പോലകൾ മയങ്ങിടരുതേ അടിമകളല്ല ഇനിമേൽ നാമും ജയവീരനേശുവിൻ തനയ അടിമകളല്ല ഇനിമേൽ നാമും ജയവീരനേശുവിൻ തനയ സകലരും ഒരുപോലെ കർത്തനെ ഏറ്റുപറഞ്ഞു വണങ്ങൂ സകലരും ഒരുപോലെ അവനെ കർത്തനെ ഏറ്റുപറഞ്ഞു വണങ്ങൂ കാവൽക്കാരാ കാവൽക്കാരാ കാഹളം മുളക്കിടുക നീ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺകോളകൾ മയങ്ങിടരുതേ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺകോളകൾ മയങ്ങിടരുതേ അല്പകാലം മാത്രമെന്നറിഞ്ഞു തരൈ ദൈവജനത്തെ വിലങ്ങാൻ സാത്താൻ അല്പകാലം മാത്രമെന്നറിഞ്ഞു തരയിൽ ദൈവജനത്തെ വിലങ്ങാൻ സാത്താൻ അലഞ്ഞു ചുറ്റി നടക്കും നാളുകളിൽ നീ ഉണർന്നു നിൽക്കുക അലഞ്ഞു ചുറ്റി നടക്കും നാളുകളിൽ നീ ഉണർന്നു നിൽക്കുക വീരാ കാവൽക്കാരാ കാവൽക്കാരാ കാഹളം മുളക്കിടുക നീ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ വഴികളിലെല്ലാം പ്രതികൂലമായി പതരാതെ പോയിടുക ദൃഢമാ വഴികളിലെല്ലാം പ്രതികൂലമായി പതരാതെ പോയിടുക ദൃഢമാ നിനക്ക് മുൻപായി നിന്റെ രക്ഷാനായകൻ കടന്നു പോയതുമോർക്കാം നിനക്ക് മുൻപായി നിന്റെ രക്ഷാനായകൻ കടന്നു പോയതുമോർക്കാം കാവൽക്കാരാ കാവൽക്കാരാ കാഹളം മുളക്കിടുക നീ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ അണിയുക നിന്റെ സർവായുധങ്ങൾ അടർകളത്തിൽ ജയമെടുക്കാം അണിയുക നിന്റെ സർവായുധങ്ങൾ
അടർകളത്തിൽ ജയമെടുപ്പാൻ അമിത ബലത്താൽ മുന്നേറിയിടുക നിർണയം ജയം നിനക്കല്ലോ അമിത ബലത്താൽ മുന്നേറിയിടുക നിർണയം ജയം നിനക്കല്ലോ കാവൽക്കാരാ കാവൽക്കാരാ കാവലം മുളക്കിടുക നീ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ അല്പകാലം മാത്രമേ അറിഞ്ഞോ തരയിൽ ദൈവജനത്തെ നിങ്ങൾ സാക്കാം അല്പകാലം മാത്രമേ അറിഞ്ഞോ തരയിൽ ദൈവജനത്തെ നിങ്ങൾ സാക്കാം അലഞ്ഞു ചുറ്റി നടക്കും നാളുകളിൽ നീ ഉണർന്നു നിൽക്കുക വീര അലഞ്ഞു ചുറ്റി നടക്കും നാളുകളിൽ ഉണർന്നു നിൽക്കുക വീര കാവൽക്കാരാ കാവൽക്കാരാ കാവലം മുളക്കിടുക നീ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ നിന്റെ കണ്ണിനു വിശ്രാമമരുതേ കൺപോളകൾ മയങ്ങിടരുതേ അണിയുക നിന്റെ സർവായുധങ്ങൾ അടർകളത്തിൽ ജയമെടുപ്പാൻ അണിയുക നിന്റെ സർവായുധങ്ങൾ അടർകളത്തിൽ ജയമെടുപ്പാൻ അമിത ബലത്താൽ മുന്നേറിയിടുക നിർണയം ജയം നിനക്കല്ലോ അമിത ബലത്താൽ മുന്നേറിയിടുക നിർണയം ജയം നിനക്കല്ലോ അണിയുക നിന്റെ സന്നേറിയിടുക നിർണയം ജയം നിനക്കല്ലോ അമിത ബലത്താൽ മുന്നേറിയിടുക നിർണയം ജയം നിനക്കല്ലോ അമിത ബലത്താൽ മുന്നേറിയിടുക നിർണയം ജയം നിനക്കല്ലോ അമിത ബലത്താൽ മുന്നേറിയിടുക നിർണയം ജയം അമിത ബലം, എക്സ്ട്രാ പവർ, അതാണ് ഈ കാലത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കാരണം നമുക്ക് പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. അവരോട് നമുക്ക് എതിർക്കണമെങ്കിൽ മാനുഷ്യ ശക്തി കൊണ്ട് സാധ്യമല്ല. മനുഷ്യൻ ഏതൻ തോട്ടത്തിൽ വെച്ച് അവന് കീഴ്പ്പെട്ടു പോയത് നമുക്കറിയാം. സാത്താൻ അവനെ കീഴ്പ്പെടുത്തി. ഈ സാത്താൻ എന്ന് പറയുന്നത് ലോകജ്ഞാനത്തെയാണ് ഞാൻ സാത്താൻ എന്ന് പറയുന്നത്. അതിന് ശക്തിയുണ്ട്, ജ്ഞാനമുണ്ട്. സാത്താനും ഒരു പവറുണ്ട്, അവനൊരു ജ്ഞാനമുണ്ട്, ഈ ലോകത്തിൻ്റെ ജ്ഞാനം. അപ്പോസ്തലനായ പൗലോസ് അവനെ ഈ ലോകത്തിൻ്റെ ദൈവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ ലോകത്തിലെ മനുഷ്യർ ഈ ലോകത്തിലെ ജ്ഞാനത്തെയാണ് ആശ്രയിക്കുന്നത്, ഈ ലോകത്തിലെ ശക്തിയാണ്. അങ്ങനെ ശക്തി പ്രാപിപ്പാൻ വേണ്ടി പലരും പലതും ചെയ്യുന്നുണ്ടല്ലോ, എക്സ്ട്രാ പവറിന് വേണ്ടി. ഈവൻ മയക്കുമരുന്ന് കൂടി, മദ്യപാനം, ലഹരി വസ്തുക്കൾ, ഇതിനെല്ലാം എക്സ്ട്രാ പവറാണ്. അയൽവക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരട്ടെ. അവൻ പോയി മദ്യശാലയിൽ പോയി മദ്യം കഴിച്ചിട്ട് വന്നപ്പോൾ അവൻ അറിയാതൊരു പവറുണ്ടായി, ധൈര്യമുണ്ടായി. പക്ഷെ അതെല്ലാം ചില സമയത്തേക്ക് മാത്രം. അതിൻ്റെ വീര്യം കഴിയുമ്പോൾ അവൻ്റെ ശരീരവും തളരും, അവൻ്റെ പണവും പോയി, എല്ലാം നഷ്ടമാകും. എന്നാൽ പെന്തിക്കോസ്തുകാരായ നാം ദൈവത്തിൻ്റെ ശക്തി സൗജന്യമായിട്ടാണ് നമുക്ക് വാങ്ങിക്കുന്നത്. യെശയ്യാപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ വിലയും പണവും കൂടാതെ സൗജന്യമായിട്ട് അനുഭവിക്കുന്നത്. അതാണ് യേശു പറയുന്നത്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പ്രിയ ദൈവമക്കളെ, ഇതൊരു അസാധാരണ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സാത്താൻ മുഴുവൻ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഇതിനെ നേരിടാൻ കഴിയുകയില്ല. ഒടുവിൽ കർത്താവിലും
അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിൽ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനവും വാഗ്ദത്വവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കവനെ ജയിക്കാൻ സാധ്യമുള്ളൂ. 2 കുഞ്ഞാടിൻ്റെ രക്തത്താൽ സാക്ഷ്യവചന നിമിത്തവും നമ്മുടെ സാക്ഷ്യം എന്താ? ജയിച്ചവൻ എന്നോടുകൂടിയുണ്ട്, ജയിച്ചവൻ എന്നോടുകൂടിയുണ്ട്. ലോകത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ജഡത്തെ ജയിച്ചവൻ എന്നോടുകൂടിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഇത് നിങ്ങൾ അറിയുന്നോ? പ്രിയ ദൈവജനമേ, നീ ഭയപ്പെടേണ്ട. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അല്പകാലം മാത്രം ധരയിൽ ദൈവജനത്തെ വിഴുങ്ങാൻ സാത്താൻ. അല്പകാലം മാത്രം ധരയിൽ ദൈവജനത്തെ വിഴുങ്ങാൻ സാത്താൻ. അലഞ്ഞു ചുറ്റി നടന്നു നാളുകളിൽ ഉണർന്നു വീഴുക വീരാ. അലഞ്ഞു ചുറ്റി നടന്നു നാളുകളിൽ ഉണർന്നു കൊള്ളുക വീരാ. അല്പകാലം മാത്രം. യെസ്, ഹല്ലേലൂയ. Power, 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 power. Hallelujah. Hallelujah. അണിയുക നിന്റെ സർവായുധങ്ങൾ. നാം എഫെസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു യോദ്ധാവ്, റോമൻ ഗ്രീക്ക് പട്ടാളങ്ങളെ നല്ല പരിചയമുണ്ടായിരുന്ന പൗലോസ്, അവരുടെ സൈന്യങ്ങൾ എങ്ങനെയാണ് യുദ്ധത്തിന് ശത്രുവോട് എതിർക്കുവാൻ സർവായുധങ്ങൾ ധരിക്കുന്നവനറിയാം. ശിരസിൽ, മാർവിൽ, തോളിൽ, അരയിലെ കാൽച്ചട്ടകൾ, അത്രയും സന്നദ്ധരായിട്ടാണ്. എന്നാൽ റോമൻ പട്ടാളത്തിൽ ഒരു കാലത്തിൽ അവരുടെ സൈന്യത്തിൻ്റെ പുറം ഭാഗം ഒരിക്കലും അവർ മൂടി വച്ചിരുന്നില്ല. കാരണം പുറം ഭാഗം മൂടിയാൽ അവിടെ വെട്ടുകൊണ്ടാലും അവർ രക്ഷപ്പെടാം, അതുകൊണ്ട് ഓടി രക്ഷപ്പെടും. അങ്ങനെ സൈന്യം എതിർത്ത് നിന്ന് പോരാടുവാൻ, പിന്തിരിഞ്ഞ് പോകാതിരിപ്പാൻ റോമൻ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം പട്ടാളക്കാരുടെ പുറകുവശം അവർ മറക്കില്ലായിരുന്നു. കാരണം വെട്ടുകൊള്ളുന്ന ഭയവും. അതുകൊണ്ട് തന്നെ അവർ ധീരമായി പോരാടി ശത്രുവിനെ ജയിക്കുമായിരുന്നു. നമ്മുടെ സർവായുധം പിച്ചള കൊണ്ടും ഇരുമ്പ് കൊണ്ടുമല്ല, ഇരുമ്പും പിച്ചള കൊണ്ടുള്ള കവചമല്ല. അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസം എന്ന പരിച. ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ ബുദ്ധിയും ജ്ഞാനവും ലോകത്തിൻ്റെ ശക്തിയുമല്ല, ദൈവത്തിലുള്ള വിശ്വാസം. പ്രിയരേ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാം. ഈ കാലങ്ങളിൽ ദൈവവചനം എന്ന വാൾ
ഇരുവായ്ത്തലയുള്ള ദൈവത്തിൻ്റെ വചനം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു പിശാച് ഒരു ശത്രുവും നിന്റെ നേരെ വരികയില്ല. ആമേൻ. രക്ഷയുടെ ശിരസ്ത്രം. നീ ഒരു രക്ഷിക്കപ്പെട്ട ദൈവമൈതലാണെന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണെന്നും നിന്റെ പാപം മോചിക്കപ്പെട്ടവനാണെന്നും സാത്താൻ നിന്റെ മേൽ അധികാരമില്ലെന്ന് നീ വിശ്വസിച്ചാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിച, ദൈവജനമെന്നതായ വാൾ, രക്ഷയുടെ ശിരസ്ത്രം. രണ്ട് കാര്യമാണ്. ഒന്ന്, നാം രക്ഷിക്കപ്പെട്ടവരാണ്, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇനി അന്ത്യകാല രക്ഷയ്ക്ക് വേണ്ടി നാം ഒരുക്കപ്പെടുന്നവരുമാണ്. ആ മനസ്സിൽ ആ ചിന്തയുണ്ടായിരിക്കണം. എൻ്റെ ശരീരം രൂപാന്തരപ്പെടണം. ആത്മാവെന്ന ആദ്യജാനം ലഭിച്ച നാമം ശരീര വീണ്ടെടുപ്പായ പുത്രസ്വീകാരത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങുന്നു. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രത്യാശയോടുകൂടി നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ നമ്മുടെ മേൽ വരികയില്ല. ഈ ലോകത്തിന്റെ ശക്തികൾ നമ്മെ തൊടുകയില്ല. ഈ ലോകത്തിന്റെ ശക്തികൾ തന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനോടൊപ്പം നാം അടങ്ങിയിരിക്കരുത്. കുഷ്ഠരോഗികൾ ശമരിയയിൽ വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് സദ്വർത്തമാന ദിവസമാണ്. ആരാമ്യ പാളയത്തിൽ ചെന്ന് കൊള്ള കണ്ടുകിട്ടിയവർ ചുമ്മാതിരുന്നില്ല. അവർ കുഷ്ഠരോഗികളാണെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞു, ഇന്ന് സദ്വർത്തമാന ദിവസം, ഇന്നിപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇന്നാകുന്ന രക്ഷാ ദിവസം. പ്രിയ ദൈവത്തിലെ, നീ അടങ്ങിയിരിക്കേണ്ട സമയമല്ല. നീ പ്രാപിച്ച സന്തോഷം, നീ പ്രാപിച്ച അനുഗ്രഹം ലോകത്തോട് വിളിച്ചു പറയേണ്ട സമയമാണ്. ഹല്ലേലൂയ. അണിയുക നിന്റെ സർവായുധങ്ങൾ, അടർക്കളത്തിൽ ജയമെടുപ്പാ. അണിയുക നിന്റെ സർവായുധങ്ങൾ, അടർക്കളത്തിൽ ജയമെടുപ്പാ. അമിതബലത്താൽ മുന്നേറിയിടുക, നിർണയം ജയം നിനക്കെന്ന്. അമിതബലത്താൽ മുന്നേറിയിടുക, നിർണയം ജയം നിനക്കല്ലോ. അണിയുക നിന്റെ സർവായുധങ്ങൾ, അടർക്കളത്തിൽ ജയമെടുപ്പാ. അണിയുക നിന്റെ സർവായുധങ്ങൾ, അടർക്കളത്തിൽ ജയമെടുപ്പാ. Oh, glory, start me, Haba, Stadaba, Naba, Kabarara, Hibara, Stidaba, Naba, Katuraba, Naba, Turaba, Katuraba, Oh, Hibara, Sabara, Katuraba, Naba, Hallelujah. Hibara, Naba, Shia, Tiraba, Naba, Tiraba, Naba, Shia, Tiraba, Hallelujah, 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 hallelujah. അമിതബലം എന്ന് പറയുന്നത് ഉയരത്തിലെ ശക്തിയാണ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ ശക്തി കൊണ്ട് പറ്റത്തില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്ന് അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, മരിച്ചവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. പക്ഷേ പെട്ടെന്ന് അവർ ഡൗണായിപ്പോയി. പിറ്റേ ദിവസം ചീഫ് പാസ്റ്റർ, നമ്മുടെ ബഹുമാനപ്പെട്ട പത്രോസ് അപ്പോസ്തലൻ ജനറൽ ബോഡി വേലക്കാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട്, പാസ്റ്റേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, കുറിവാക്യം വായിച്ചു, ഞാൻ മീൻ പിടിക്കാൻ പോകും. നോക്കണം, 3.5 വർഷം നമ്മളെക്കാൾ എത്ര അത്ഭുതങ്ങൾ കണ്ടവർ, അടയാളങ്ങൾ കണ്ടവർ, യേശുവിനെ നേരിട്ട് കണ്ട് തൊട്ട് രുചിച്ച് അനുഭവിച്ചവർ നിമിഷങ്ങൾ കൊണ്ട് പിന്മാറിപ്പോയി. എന്താ കാരണം?
ഇത് മാനുഷിക ബലം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ നേരിടുന്നതല്ല. അമിത ബലം നമ്മിലില്ലെങ്കിൽ നിലനിൽക്കുകയില്ല. ആമേൻ. അപ്പോൾ അതുകൊണ്ടാണ് അവർ മീൻ പിടിക്കാൻ പോയത്. വളരെ പരിതാപകരമായ സ്റ്റേജിൽ കടപ്പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യരെ കണ്ട് യേശു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരെ ധൈര്യപ്പെടുത്തി. യേശുവിനറിയാം ഇവരുടെ കുറ്റമല്ല, അവരിൽ അമിത ബലമില്ല. ഇന്ന് പെന്തക്കോസ്തുകാരെങ്കിലും നിരാശപ്പെടുന്നെങ്കിൽ, തളർന്നു പോകുന്നെങ്കിൽ, പിന്മാറ്റത്തിൽ പോകുന്നെങ്കിൽ, ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് പോകുന്നെങ്കിൽ അവരെ കുറ്റം പറയാൻ പോകണ്ട. കാരണം അവരുടെ അമിതബലം നഷ്ടപ്പെട്ടു പോയി. നമുക്കെങ്ങനെ അവർക്ക് അമിതബലം കൊടുക്കാം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് വചനം അറിയിക്കുക, വാട്സപ്പിലോ ഇതിലെങ്കിലുമൊക്കെ വചനങ്ങൾ അയച്ചു കൊടുക്കുക. അതിനുശേഷം അവരെ നേരിട്ട് കണ്ട് ധൈര്യപ്പെടുത്തുക. യേശു ചെയ്ത മിനിസ്ട്രി, ആരെയും കുറ്റം പറയരുത്. ഇത് പെന്തക്കോസ്തുകാരല്ല, മോശക്കാരാണ്, അങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ തന്നെ ഓർത്തോണം, അവരെ നന്നാക്കുവാൻ യേശു കണ്ട വഴി. അവരെ സഭയൊന്നും ഗെറ്റ് ഔട്ട് ചെയ്യല്ല, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ല, അവരെ മുടക്കുകയല്ല, അവരെ തിരുവത്താഴത്ത് മാറ്റിയിരുത്തുന്നു അല്ല ചെയ്ത്. അതിൻ്റെ കാലം കഴിഞ്ഞു. ശക്തരായ നിങ്ങൾ അശക്തരെ താങ്ങുക, ബലപ്പെടുത്തുക. ഇന്നു മുതൽ ആ ബലപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നിങ്ങളിൽ അമിത ബലം വേണം. ചെളിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ വലിച്ചെടുക്കണമെങ്കിൽ നീ ഉറപ്പുള്ള സ്ഥലത്ത് നിന്നെങ്കിൽ മാത്രമേ അവന് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉറപ്പുള്ള പാറ ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നിന്റെ പാദം ഉറപ്പിക്കുക, ക്രിസ്തുവിൽ നിന്റെ പാദം ഉറപ്പിക്കുക. നിനക്ക് മറ്റുള്ളവനെ വലിച്ചെടുക്കുവാൻ കഴിയും, മറ്റുള്ളവനെ രക്ഷിപ്പാൻ കഴിയും, മറ്റുള്ളവനെ നിനക്ക് രക്ഷിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പർവ്വതങ്ങളിൽ സുവാർത്താദൂതന്റെ കാലത്ര മനോഹരം. അതാണ് ചെരിപ്പിട്ടിരിക്കുന്ന സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കം. ആ സർവായുധങ്ങളൊന്നാണ് സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കമായ ചെരുപ്പ്. ഈ ചെരുപ്പ് നമുക്കറിയാം ഉടമ്പടിയുടെ ഒരു കാര്യം കൂടിയാണ്. ബോവാസ് തൻ്റെ ഉടമ്പടി ചെയ്ത സമയത്തിൽ ചെരുപ്പ് ഊരി കൊടുത്തതാണ്. ഇതുപോലെ സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കം, ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് സുവിശേഷം അറിയിക്കുക. കർത്താവ് നമുക്കിന്ന് കൽപ്പനയാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലത്തിൽ സുവിശേഷം അറിയിക്കണം, യേശുവിനെ സാക്ഷിക്കണം, നിത്യരക്ഷയുടെ വക്താക്കളാക്കി നമ്മൾ മാറണം. അവരുടെ കാലത്ര മനോഹരം. അതുകൊണ്ടാണ് ഉത്തമഗീതം നമ്മൾ വായിക്കുമ്പോൾ പ്രഭുകുമാരി ചെരിപ്പിട്ടിക്കുന്നതിൻ്റെ കാലത്ര മനോഹരം. അതെ, പ്രഭുകുമാരിയാണ്. ആരാണ് പ്രഭു? ലോകത്തിൻ്റെ പ്രഭുവല്ല, സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൻ്റെ പുത്രിപുത്രന്മാരായ നാം ആ യേശുവിൻ്റെ സുവിശേഷം ധരിച്ചുകൊണ്ട് നടക്കണം. ആ സുവിശേഷം ശക്തമായിട്ട് അറിയിക്കണം, ആ സുവിശേഷം പകർന്നു കൊടുക്കണം. ആമേൻ. പ്രഭുകുമാരി ചെരിപ്പിട്ടിരിക്കുന്നതിൻ്റെ കാലത്ര മനോഹരം. ആമേൻ. ആ അമിത ബലത്തിന് വേണ്ടി കാത്തിരിക്കാം. ഉയരത്തിലെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമുക്ക് പുറപ്പെടാം. നാളെയല്ല, ഇന്ന് രാത്രിയല്ല, ഇപ്പോൾ ഈ സമയം നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക, യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക, യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക. പർവ്വതത്തിലെത്ര മോഹന സുവാർത്തതും ദൂതന്റെ പർവ്വതത്തിലെത്ര മോഹന സുവാർത്തയോതും ദൂതന്റെ കാൽത്തുവിൻ ജയത്തിൻ കൊടി ഉയർത്തുവേ, ഉന്നതന്റെ ഉന്നതത്തിൽ വരുവേ, ഘോഷിപ്പിൻ ഗീതം പാടുവീൻ, രാജാവു ജേതാവായി നിന്നിലുള്ളോ, രാജാവു ജേതാവായി നിന്നിലില്ലയോ, ഉന്നതത്തിലെത്ര സുവാർത്തയോതും ദൂതന്റെ പർവ്വതത്തിലെത്ര മോഹന സുവാർത്തയോതും ദൂതന്റെ
കൊടിയുയർത്തുവിൻ കൊടിയുയർത്തുവിൻ ഉന്നതന്റെ പർവ്വതത്തിലെത്തുചേരുവിൻ ഘോഷിപ്പിൻ ജനത്തിൻ ഗീതം പാടുവിൻ രാജാവ് ജേതാവായി നിന്നിലില്ലയോ രാജാവ് ജേതാവായി നിന്നിലില്ലയോ നിന്റെ രാജാവ് ജേതാവായി നിന്റെ രാജാവ് ജേതാവായി നിന്നിലില്ലയോ നിന്റെ രാജാവ് ജേതാവായി നിന്നിലില്ലയോ നിന്റെ രാജാവ് നിന്റെ രാജാവ് ജേതാവായി നിന്നിലില്ലയോ Hallelujah! Glory! Power! Stand because He must stand above. Hallelujah! രാജരാജനേശുവിൻ പോർ വീരരെ യുദ്ധസന്നദ്ധരായി ആരവം കേൾക്കുന്നില്ലേ ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ യേശുവിൻ പോർ വീരരെ യുദ്ധസന്നദ്ധരായി ശത്രുവിൻ കേൾക്കുന്നില്ലേ ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ രാജരാജനേശുവിൻ പോർ വീരരെ യുദ്ധസന്നദ്ധരായി ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ ശത്രുവിൻ കേൾക്കുന്നില്ലേ രാജരാജനേശുവിൻ പോർ വീരരെ ഓ please stand behold. Hallelujah. പോർക്കളത്തിൽ പൊരുതിടുവാനായി തിന്മയോട് എതിർത്തിടുവാനായി നീയേ സംഭരിക്കണം ആത്മശക്തിയെ സംഭരിക്കണോ അത് പ്രാർത്ഥിപ്പിൻ ജാഗരിച്ചിടുവേ ഇടുക്കമായ പാതയെ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ ജാഗരിക്കുവേ ഇടുക്കമായ പാതയെ തിന്മയോട് എതിർത്തിടുവാനാ ണോ ശക്തിയെ സംഭരിക്കണോ പ്രാർത്ഥിപ്പിൻ ജാഗരിക്കുവേ ഇടുക്കമായ പാതയെ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ ജാഗരിക്കുവേ ഇടുക്കമായ ഹല്ലേലൂയ ഓ ജീവാ ബാബാ Hallelujah. Hallelujah. Hallelujah.